സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ വെള്ളപ്പയർ സാലഡ് എങ്ങനെ ഉണ്ടാക്കാമെന്നതിനെക്കുറിച്ചാണ്. അതെൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സാലഡാണിത്. പക്ഷേ എൻ്റെ ഓഡിയോ ശ്രദ്ധിക്കുവാണെങ്കിൽ ഈ വെള്ളപ്പയറിനെ കുറിച്ച് 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വെച്ചങ്ങ് പോയേക്കാം. ആദ്യമേ നമുക്കിതിൻ്റെ പേര് വെച്ച് തുടങ്ങാം. ഇംഗ്ലീഷുകാർ ഇതിനെ വിളിക്കുന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ഐഡ് ബീൻ എന്നാണ്. അതായത് കറുത്ത കണ്ണുള്ള പയർ. നമ്മൾ മലയാളികൾ വിളിക്കുന്നതിനെ വെള്ളപ്പയർ എന്നാണ്. ഇത് സംഭവിച്ചേക്കുന്ന പണ്ട് നമ്മുടെ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചപ്പോൾ സംഭവിച്ച അതേ സംഭവമാണ്. അന്നത്തെ ദിവസത്തെ ഇംഗ്ലീഷുകാർ അതിനെ ഗുഡ് ഫ്രൈഡേ, നല്ല വെള്ളിയാഴ്ച എന്ന് വിളിച്ചപ്പോൾ നമ്മൾ മലയാളികൾ അതിനെ ദുഃഖവെള്ളിയാക്കി. ആ സെയിം സംഭവം തന്നെയാണ് ഈ വെള്ളപ്പയറിന് സംഭവിച്ചേക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഈ വെള്ളപ്പയർ സൂപ്പർ സാധനമാണ്. ഞാനൊരു ഗൂഗിളിൽ കയറി ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നോക്കിയപ്പോൾ കിട്ടിയതാ. എന്തായാലും നിങ്ങൾക്കത് പറഞ്ഞു തരാം. ഈ സംഭവത്തിനകത്ത് നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രോട്ടീൻ താല്പര്യമുള്ളവർക്ക് ഈ സാധനം കഴിക്കാം. പിന്നെ രണ്ടാമത്തെ സാധനം ഇതിനകത്തുള്ളത് ഫൈബറാണ്. നല്ല ഫൈബറുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ദഹനത്തിനും നമ്മുടെ ഡൈജഷനും വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പം ഈ ഡൈജഷൻ പ്രശ്നമുള്ള ആൾക്കാർക്ക് ഈ സാധനം രാത്രി കഴിച്ചിട്ട് കിടന്നാൽ വളരെ നല്ലതായിരിക്കും. പിന്നെ ഗർഭിണികൾ, ഇതിനകത്ത് നല്ലവണ്ണം ഫോളേറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെൽ ഹെൽത്തിനൊക്കെ വളരെ നല്ലതായതുകൊണ്ട് നിങ്ങൾക്ക് ഈ സാധനം കഴിച്ചു കഴിഞ്ഞാൽ വളരെ അത്യുത്തമമാണ്. പിന്നെ ഇതിനകത്ത് സോഡിയവും ഫാറ്റും വളരെ കുറവാട്ടോ, അതും നമുക്ക് നല്ലതാണ്. പിന്നെ ഇതിനകത്തില്ലാത്ത മിനറൽസ് ഒന്നുമില്ല. അയണുണ്ട്, മഗ്നീഷ്യമുണ്ട്, പൊട്ടാഷ്യമുണ്ട്. അപ്പം ഇപ്പം ഭയങ്കര ചെറുതാണെങ്കിലും ഇതിൻ്റെ ഗുണഗണങ്ങൾ നല്ലതാണ്. അതുകൊണ്ട് സമയം കിട്ടുമെങ്കിൽ നിങ്ങൾ ഈ സാധനം ഉണ്ടാക്കി കഴിക്കുക. പിന്നെ ഉണ്ടാക്കുമ്പോൾ ഇത് വേവിക്കാൻ നേരത്ത് ഒരുപാട് നേരം ഇട്ട് അടിച്ച് വേവിച്ച് കുഴക്കല്ലേ. ഒരൊറ്റ വിസിലടിക്കുക, ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആവി കളഞ്ഞിട്ട് തുറക്കുക. എന്നാലേ നമുക്ക് സുഖം ഉണ്ടാവുള്ളൂ കഴിക്കാൻ. സംഭവം എന്തായാലും കിടുവാണ്. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് കഴിച്ച് നോക്ക്. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ.